ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖാനം തിരുനാളാണ്. തോമാസ് ശ്ലീഹായെ പ്രത്യേകം ഭാരതത്തിലെല്ലാവരും അനുസ്മരിച്ച് മാധ്യസ്ഥം തേടുന്ന ഈ ദിവസം എല്ലാവർക്കും കൈകൾ കൂട്ടാം. പരിശുദ്ധമായ ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ കൃപയ്ക്കായി ശ്രമിക്കാം. വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ വിളങ്ങിയിരുന്ന വലിയ സുഹൃത്തുക്കൾ നമ്മളിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭക്തിയോടെ ഈ വിശുദ്ധ ബലി ആരംഭിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥമായി പറയാൻ വന്നിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഈ സമൂഹം വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയപ്പെട്ടവരെ, മാലാഖമാരുടെ സ്തുതി കീർത്തനങ്ങൾക്കൊപ്പം ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളെയും സ്തുതിപ്പുകളാക്കി കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ വാഗ്ദാനദേശം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന മിശിഹായുടെ സത്യവിശ്വാസ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്കും ദൈവം ഈ തകർച്ചകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു കാനാന്തേശം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ സങ്കീർത്തനാലാപ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമയമായിരിക്കാം. മാലാഖമാരുടെ സ്തുതികളിൽ യേശു കർത്താവ് വാഴുന്നുവെങ്കിലും അവൻ താഴ്ത്തുന്നു എന്നാളിലും ഭക്തിന്റെ ഒരു വിളി കേട്ടിടുവാൻ. മാലാഖമാരുടെ സ്തുതികളിൽ യേശു കർത്താവ് വാഴുന്നുവെങ്കിലും അവൻ താഴ്ത്തുന്നു എന്നാളിലും ഭക്തിന്റെ ഒരു വിളി കേട്ടിടുവാൻ. സർവസ്തുതികൾക്കും യോഗ്യനായവൻ, സർവശക്തനായ ദൈവമാണവൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നവൻ, സന്തോഷത്തോടവനെ സ്തുതിച്ചിടുവൻ. സർവസ്തുതികൾക്കും യോഗ്യനായവൻ, സർവശക്തനായ ദൈവമാണവൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നവൻ, സന്തോഷത്തോടവനെ സ്തുതിച്ചിടുവൻ. ഇസ്രായേൽ ജനമേ ഉണരൂ, ആരും തിരുവോഴും രാജ്യത്തു ചെന്നു ചേരാൻ ദൈവത്തിൻ സുതരേ ഒരുക്കൂ. വാഗ്ദത്തദേശമാകും കാനാനിൻ തീരം തേടി ഇസ്രായേൽ ജനമേ ഉണരൂ, ആരും തിരുവോഴും രാജ്യത്തു ചെന്നു ചേരാൻ ദൈവത്തിൻ സുതരേ ഒരുക്കൂ. ഇരവും പകലും തുണയാൻ കൂടെയിരിക്കും. ദിവ്യമാം സ്നേഹത്തെ പാടിപ്പുകഴ്ത്തി നിത്യമാം രക്ഷയ്ക്കായി യാത്ര ചെയ്തിടാം. സർവസ്തുതികൾക്കും യോഗ്യനായവൻ, സർവശക്തനായ ദൈവമാണവൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നവൻ, സന്തോഷത്തോടവനെ സ്തുതിച്ചിടുവിൻ. സർവസ്തുതികൾക്കും യോഗ്യനായവൻ, സർവശക്തനായ ദൈവമാണവൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നവൻ, സന്തോഷത്തോടവനെ സ്തുതിച്ചിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങിടുന്നു.
പറയുന്ന സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും എല്ലാവർക്കും ശാന്തമായിരുന്നുകൊണ്ട് ദൈവവചനമായി നൽകുക. വിശുദ്ധരും പ്രേമനായ ഫലമാണ് അമർത്തനമായിരുന്ന നീയുടെ സ്വഭാവസംസ്ഥവിധം എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം കാഴ്ചയ്ക്ക് കറുതമോ ഭക്ഷിക്കാൻ സാധ്യതയോ കണ്ണുകളായിരിക്കുന്ന എല്ലാതരം വൃക്ഷങ്ങളും അവിടെ മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതികളെ കുറിച്ച് അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ അവർ വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏതിൽ നിന്നും അത് പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈകളിലായി കഴിഞ്ഞു. ഒന്നാമതിന്റെ പേര് കിഷോൺ. അത് സ്വർണ്ണത്തിന്റെ നാടായ അവരെ മുഴുവൻ ചൊല്ലി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണ്ണം വേട്ടമാണ്. അവിടെ സുന്ദരങ്ങളും അവിടെ കല്ലുകളുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് കിഹോൺ. അത് കുഷന്റെ നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസ്ട്രിയയുടെ കിഴക്കുഭാഗം കൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏതൊക്കെ കൃഷി ചെയ്യാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ കീഴികളാ ഹല്ലേലൂയ കീഴികളാ കന്നിൻ തോമാവിനാഥൻ സ്മരണം കൊണ്ടാടാം ഇന്നീലേ പിതാവിനും സുതനും സ്തുതിയുണ്ടാകട്ടെ.
ദൈവികവുമായ കൽപ്പനകളുടെ മന്ത്രസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് എഫേസോസിലെ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളല്ല, വിശുദ്ധരുടെ സഹോദരരും ദൈവഭവനങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതു നിർത്തപ്പെട്ടവരാണ് ഞങ്ങൾ. ഈ അടിത്തറയുടെ മൂലമത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവരിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്റെ ഞങ്ങളുടെ പുത്രേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ. യേശു മത്തായിയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ്, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണ്. യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ല. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെപ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അല്പസമയം ശാന്തമായിരിക്കാം. ഈശോയിലേക്ക് പ്രിയപ്പെട്ടവരെല്ലാവർക്കും തോമാസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാളിന്റെ ഉത്രാന തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഓരോ തിരുനാളും നമ്മൾ ആചരിക്കുന്നത് ആരെക്കുറിച്ചാണ് തിരുനാൾ ആചരിക്കുന്നത്? അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ നമ്മൾ പകർത്താൻ വേണ്ടിയാണ്. അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മ തിരുനാൾ. ഇന്നലെ കീഴൂർ കപ്പേളയിൽ വളരെ വളരെ മനോഹരമായി കീഴൂർ സമുദായക്കാര് വലിയൊരു തിരുനാൾ നടന്നു. നമ്മളിവിടെ നമുക്ക് പലരും സംബന്ധിച്ചിരുന്നു. അവിടെ തോമാശ്ലീഹായെ കുറിച്ച് വചനം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. വടംവലി നടത്തുന്ന പട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ തോൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഭാര്യ. കത്തോലിക്ക സഭ മണവാട്ടിയാണെങ്കിൽ അതിലംഗങ്ങളായ നമ്മുടെ ഭർത്താവ് ഈശോയാണെങ്കിൽ ഈശോയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് വരുത്താൻ ഞാൻ ആഗ്രഹിക്കരുത് എന്നുള്ള സന്ദേശം കൂടിയാണ് അവിടെ നമ്മൾ പങ്കുവച്ചത്. ഇന്ന് നമ്മൾ വചനഭാഗത്ത് കേട്ടത് കർത്താവിനെ കൂടെ നിൽക്കുന്ന ശ്രീഹന്മാരോട് ദിദിമൂസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. ഒരു തീരുമാനമായിരുന്നു തോമാസ് ശ്ലീഹ എടുത്ത തീരുമാനം അക്ഷരശ പ്രാവർത്തികമാക്കിയവരാണെന്ന് തോമാസ് ശ്ലീഹായുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമുക്കും അവരോടുകൂടെ പോയി മരിക്കണമെന്ന് പറയുന്നത് വചനവ്യാഖ്യാതാക്കൾ പറയുന്നത് യേശുവിന്റെ സാന്നിധ്യത്തിൽ,
യേശുവിനോടൊപ്പം കല്ലറയിൽപ്പെടാനാണെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്നാണ്. പക്ഷേ തോമാശ്ലീഹ അന്ന് അടിയുറച്ച വിശ്വാസം ഏറ്റു പറഞ്ഞത് കേവലം യേശുവിനോട് കൂടെ സാന്നിധ്യം കൊണ്ട് മരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല, അതിനപ്പുറമായി താൻ എവിടെയാണോ വചനം പ്രസംഗിക്കാതിരിക്കുന്നത് അവിടെ യേശുവിനെ ഹൃദയത്തിൽ ആവാഹിച്ചു കൊണ്ടുപോയി മരിക്കാൻ തയ്യാറാണെന്ന് അവന്റെ തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിലേക്ക് വരികയും ഇവിടെ വചനപ്രസംഗം നടത്തുകയും അവസാനം കുത്തേറ്റ് വരികയും ചെയ്തു. എടുക്കുന്ന തീരുമാനം പ്രാവർത്തികമാക്കുന്ന തോമാശ്ലീഹായെ കുറിച്ചാണ് നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനാണ് കെട്ടിക്കാൻ പോയി. അപ്പോൾ അവരുടെ കെട്ടിന്റെ സമയത്ത് അവരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഘോര പ്രസംഗം നടത്തി. അവരുടെ പേരിനെ കുറിച്ചായിരുന്നു. പേര് എത്രയോ ഒതുക്കമുള്ള പേര് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സകല നമ്പറുകൾക്ക് പ്രസംഗമൊക്കെ നടത്തി. അവർ പറഞ്ഞു കലക്കി അച്ഛൻ്റെ പ്രസംഗം. അതിനുശേഷം ഞാൻ ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വീട് വരുന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ജേസും ദമ്പതികൾ ഭയങ്കര പൊരുത്തക്കാരാണ്, അക്രമ ദമ്പതികളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 12 മണി കഴിയാതെ ഒറ്റ ദിവസങ്ങളിലും ഈ ജെയ്സൺ കുടുംബത്ത് കയറാറില്ല. അച്ഛനൊന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അവനെ വിളിച്ച് ഉപദേശിച്ചു, ജെയ്സ എന്നെ നീ നാട്ടിലുണ്ടാകരുത്. ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതാണ്. നീ ഒരു 7 മണിക്കെങ്കിലും വീട്ടിലേക്ക് കയറി വരണം, ഉപദേശിക്കണം, അവരോടൊപ്പം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ശരിക്കും ഞാൻ നാളെ മുതൽ അത് ചെയ്യുന്നതാണ്. അച്ഛൻ എന്റെ തലയിൽ കൈവിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ തലയിൽ കൈവിച്ച് പ്രാർത്ഥിക്കും. ഒരാഴ്ച വീട്ടിൽ ഈ പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ചൊവ്വാവില്ല. അവൻ വീണ്ടും പിറ്റേ ദിവസം ഒരു 12 മണിക്ക് വരാൻ പറഞ്ഞു. വീണ്ടും ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്താ ചെയ്ത് രണ്ടാമട്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അവന്റെ ആംഗ്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വീണ് പോകും. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ഒരുപാട് എൻ്റെ കൂട്ടുകാരുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ക്ഷമിക്കണം ഇവളോട് ഞാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ നേരം വൈകില്ല. അച്ഛൻ തലയിലേക്ക് പ്രാർത്ഥിക്കണം. തലയിലേക്ക് പ്രാർത്ഥിക്കണം. ഒരാഴ്ച വീണ്ടും ആ ജെയ്സൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വീടുകളിലേക്ക് വരണം. വീട്ടിലേക്ക് ചെന്നു. ജെയ്സൺ അന്ന് രാവിലെ പോകാൻ നിൽക്കുക. അപ്പൊ അവൻ പറഞ്ഞു, 2 പ്രാവശ്യം എടുത്ത പ്രതിജ്ഞ തെറ്റിച്ചെടുത്ത അച്ഛൻ എൻ്റെ തലയിൽ കയറി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 10-12 പ്രാവശ്യം എൻ്റെ തലയിൽ കയറി പ്രാർത്ഥിക്കും. ഇപ്പൊ പോലും അവൻ ചൊവ്വായിട്ടില്ല. അവൻ ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം അവനെ ഞാൻ ഫോണിൽ വിളിച്ചു, നീ വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ പോകാറുണ്ട് പക്ഷെ കൂട്ടുകാരെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്നെ കലമ്പിലിരുന്നാണ് ഞങ്ങൾ വർത്താനം പറയുന്നത്. ഞങ്ങളുടെ ജോലിക്കാരികളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതുവരെയും അവനെടുത്ത പ്രതിജ്ഞ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനേ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള മനുഷ്യന്റെ പ്രതിജ്ഞകളും പ്രാർത്ഥനകളും ഇപ്രകാരമാണ്. തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും, തലയിൽ കൈവച്ച് അക്രമ പ്രാർത്ഥന നടത്തും. പക്ഷേ അവൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാകും, ഞാൻ എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ തെറ്റായ പ്രതിജ്ഞയാണ്. ഒരു നല്ല പ്രതിജ്ഞ എടുത്തത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തോമാശ്ലീഹായുടെ തിരുനാൾ ജീവിതത്തിൽ 100% അന്വർത്ഥമായിരിക്കും. ഓരോ തിരുനാൾ ആചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ചിന്ത ഇതാണ്, ഞാൻ എടുക്കുന്ന ഈ വിശുദ്ധനെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈ ജീവിതത്തിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ തോമാശ്ലീഹായുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അവനോടൊപ്പം നമുക്കും പോയി മരിക്കാമെന്ന് പറയുന്ന പ്രതിജ്ഞ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാണ് തോമാശ്ലീഹ എന്ന് നമുക്ക് മനസ്സിലോർത്തുകൊണ്ട് നമ്മളെടുക്കുന്ന ഓരോ പ്രതിജ്ഞകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ കൂടപ്പിറപ്പ് എന്നെ വ്യക്തി ആക്സിഡന്റിൽ പെട്ടു, ഒന്ന് കാണാൻ പോകണം. ആ പറച്ചത് മാത്രമേ ഉള്ളൂ. അന്ന് കുർബാനയ്ക്ക് ദിവസം കാണാൻ പോകുമെന്ന് പറഞ്ഞു, പക്ഷെ ഇറച്ചി പിടിക്കാൻ പോയി. 2ാം ദിവസം പള്ളിയിൽ വന്ന് പറഞ്ഞു, ഇന്ന് തന്നെയെങ്കിലും ഇന്ന് അവൻ കാണാൻ പോകും. എവിടെ കാണാൻ പോകും? അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അവന്റെ രോഗവും മാറി. അവൻ സാധാരണ ജീവിതത്തിലേക്ക് രോഗി കടന്നു വന്നാൽ പോലും ആ കുടുംബത്തിൽ കടന്നു പോകില്ല. നമ്മുടെയൊക്കെ തീരുമാനങ്ങൾ നീട്ടിവെക്കുന്ന തീരുമാനങ്ങളാണ്. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ രോഗാവസ്ഥയിൽ നടക്കും. നമ്മുടെയൊക്കെ കുടുംബത്തിലെ സുഹൃത്തുക്കൾ അയൽപക്കക്കാരൊക്കെ ഏതെങ്കിലും തകർച്ചകളിൽ പെട്ട് കിടക്കുമ്പോൾ നീട്ടി
നീട്ടിവെക്കരുത്, അന്ന് തന്നെ പോയി കാണും. ആ തീരുമാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തോമാസ് ശ്ലീഹ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവുകയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന തോമാസ് ശ്ലീഹായെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. കുമ്പസാരം എന്ന കൂട്ടാൻ നമ്മളൊക്കെ പറയും നാളെ ആയിട്ട് വേണം നമുക്ക് കുമ്പസാരിക്കാം. അച്ഛൻ അവിടെ ഇരിക്കുന്നു, പക്ഷെ നോക്കിയപ്പോൾ ഒരു 10 പേരാകുന്നു. അപ്പൊ മനസ്സിൽ വിചാരിച്ചു എന്തൊരു കഷ്ടം, നാളെ വന്ന് കുമ്പസാരിക്കാം, അടുത്ത ശനിയാഴ്ച കുമ്പസാരിക്കാം. അടുത്ത ശനിയാഴ്ച വരുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നത്, കുട്ടികൾ നിൽക്കുന്നുണ്ട്, അപ്പോഴും പറയും വേണ്ട, വേറെ ദിവസം കുമ്പസാരിക്കാം. അങ്ങനെ നീട്ടിവെച്ച് വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളാണ്. പ്രിയപ്പെട്ടവരെ, നീട്ടിവെക്കുന്ന തീരുമാനമായിരിക്കരുത് ക്രൈസ്തവ വിശ്വാസികളുടേതെന്ന് തോമാസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നീട്ടിവെക്കുന്ന തീരുമാനങ്ങളാണോ അതോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണോ? നമ്മുടെ ജീവിതത്തിന് ഗുണം വരുത്തുന്ന തീരുമാനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ആരൊക്കെ ഏറ്റുപറയുന്നുവോ എന്റെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഞാനും അവരെ ഏറ്റുപറയും. നമ്മളൊക്കെ ഏറ്റുപറയാറുണ്ടോ? പ്രതിജ്ഞയെടുക്കും. എന്റെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യം ഉണ്ടായാലും എന്റെ ദൈവമായ കർത്താവിനെ ഞാൻ ഏറ്റുപറയും. ഒരു കഷ്ടപ്പാട് വരട്ടെ, അപ്പം കാണാൻ തരുന്നതാണ്. ഒരു രോഗാവസ്ഥ വരട്ടെ, അപ്പം കാണാൻ തരുന്നതാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്റെ വാക്കുകൾക്കുള്ള ഏറ്റുപറച്ചിലല്ല. നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ എന്നെ ഏറ്റുപറയുന്നുണ്ടോ, എന്നെ സ്തുതിക്കുന്നുണ്ടോ? കല്യാണ സമയത്ത് പ്രതിജ്ഞ ചെല്ലാറുണ്ട്, ഇന്നു മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ജീവിക്കും. പക്ഷേ സന്തോഷം വരുമ്പോൾ ഒരുമിച്ച് ജീവിക്കും, സങ്കടം വരുമ്പോഴോ രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോകും. ഇതുപോലെയുള്ള പ്രതിജ്ഞകളാണ് നമ്മുടെ. ലോകത്തിന് മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവൻ എന്റെ സ്വർഗീയ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് പറയുന്ന വചനം ജീവിതത്തിൽ വാക്കുകൊണ്ട് പ്രാവർത്തികമാക്കാനുള്ളതല്ല, ജീവിത സാക്ഷ്യം കൊണ്ട് പ്രാവർത്തികമാക്കാനുള്ളതാണ്. എല്ലാവർക്കും കൈകൾ കൂട്ടണം. നമ്മുടെ പ്രതിജ്ഞകൾ ഈ ലോകത്തിന് മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയാൻ വേണ്ടിയ അവസരങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? എൻ്റെ നല്ല സംസാരത്തിലൂടെ, എൻ്റെ ജീവിത മാതൃകയിലൂടെ കർത്താവിനെ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഞാൻ നല്ല പ്രതിജ്ഞകൾ എടുക്കാറുണ്ട്. ഞാൻ ഇനി നല്ല മനുഷ്യനായി ജീവിക്കും. ആ പ്രതിജ്ഞകൾ ഏതെങ്കിലുമൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? കൂദാശ സ്വീകരണങ്ങൾ, ഇടവിട്ടുള്ള കൂദാശകൾ നടത്തുന്നതിന് പകരം നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കിയ തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും നല്ല പ്രതിജ്ഞകൾ എടുത്ത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം നടത്താം. എൻ്റെ കെട്ടുവിൽക്കാതെയുള്ള കുടപ്പുറപ്പുകളെ അവരോടൊക്കെ ഞാൻ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ടൊക്കെ അവരോട് തെറ്റിപ്പിരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്നൊന്ന് കാണാനും സംസാരിക്കാനും പ്രതിജ്ഞയെടുത്ത് പ്രാവർത്തികമാക്കാം. രോഗാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാം. അവരെയൊക്കെ ഒന്ന് സന്ദർശിച്ച് അവരുടെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രതിജ്ഞയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെ നമ്മുടെ ജീവിത പ്രതിജ്ഞകൾ പാലിക്കുവാൻ ഈശോ നമുക്ക് അനുഗ്രഹിക്കാം. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയിലേക്കും നമുക്കെല്ലാവർക്കും സ്വസ്ഥ ഭക്തിയോട് കൊടുക്കുന്നു. കർത്താവെ, അവർ പ്രാർത്ഥനയോടെ അപേക്ഷിക്കാം. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിശുമാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാവൻ മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ മാർ കോളിമെത്രാനെ, പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധമായ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കാൻ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനോട് ചെറുമിശുകായി സുവിശേഷ ഭാഗ്യമുള്ള ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോട് പരിഗണന സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ പേരോട് ചേർത്ത് തങ്ങളുടെ ജീവിതത്തിൽ ബലിയർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരികെ അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും അവരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ സമർപ്പിക്കാം. സുവിശേഷ ചൈതന്യം കൊണ്ട് ശ്രീകന്മാർ നടത്തുകർത്താവേ,
ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വർഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാലത്തിലെ നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ പാപങ്ങളുടെ കണ കഴിക്കുകയായിട്ട് നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുകളയുകയും ചെയ്യട്ടെ. എല്ലാവർക്കും കൈകൾ കൂപ്പി നിന്നുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എന്നുമില്ല. എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി, മുതിർന്നവരും ഒരുമിച്ച് ചേർന്ന് കൈകൾ കൂപ്പി ഈ പ്രാർത്ഥന ചൊല്ലാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളുടെ പ്രതിജ്ഞകളും തീരുമാനങ്ങളും എല്ലാം കാഴ്ചവെക്കുന്നു. ഈശോയെ, തോമാശ്ലീഹായെ പോലെ എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പാപബന്ധനങ്ങളെ എടുത്തു മാറ്റണമേ. സുവിശേഷത്തിന് ചേർന്ന വിധം ജീവിച്ചുകൊണ്ട് മാതൃകാപരമായി ഈ ലോകത്തിൽ അങ്ങയെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സർവശക്തനാഥന ഏകദൈവമേ, വിശ്വസിപ്പുമർത്തിയ ഞങ്ങളങ്ങയിൽ ദൈവമേ സർവശക്തനാഥന ഏകദൈവമേ,
തൊടുവിലത്തുമീ മതി കണ്ടുവിരിയുവാൻ സകലരും സവിഞ്ഞു മഞ്ഞിരിവിനീലയാ ോൽ സുതനിൽ നിന്നുമേ പ്രഭവമാകുവാനിടുന്ന സത്യദൈവമാ ജീവനെ വിടുന്നവൻ പാവനാഥനെ വിശ്വസിക്കും പൂർണ്ണമാനേവരും ധന്യമാണ് പാവനം സഭാ സൈനിക പ്രഭാവമാണ് സർവജനീയം പാപമോചനത്തരുന്നു ജ്ഞാനസാരവും എന്തു ചെയ്യും സാധനം ആശീർവദിക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേക്കും ഞങ്ങൾക്കും അങ്ങ് സമർപ്പിക്കുന്ന അവിടുത്തെ നടുമേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അഞ്ചാമതോടും വിശുദ്ധിയോടുകൂടെ കർത്താവിൽ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർണ്ണത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പൂർവ്വന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധരോസാന പരമഭക്തൻ പരരോസാന പരിശുദ്ധൻ പരിശുദ്ധരോസാന പരമശുദ്ധൻ പരരോസാന ഹോസാന ഹോസാന കർത്താവിനോസാന വിശുദ്ധ കർത്താവിനോസാന. ഞങ്ങളെ വേർവഴിക്കെന്നും നയിച്ചിടണേ. നന്മകൾ വാരി വിതറി ഞങ്ങളെ നല്ലവരാക്കിയിടേ. ഞങ്ങളെ നല്ലവരാക്കിയിടേ. ഹോസാന ഹോസാന കർത്താവിനോസാന വിശിഖ കർത്താവിനോസാന. പരിപാവനമായ ഈ നിമിഷത്തിൽ എല്ലാവർക്കും ഭക്തിയോടുകൂടി കൈകൾ കൂപ്പാം. നമ്മുടെ പള്ളിക്ക് പുറത്ത് വലിയ മഴ നടക്കുകയാണ്. പ്രകൃതിയെ മഴ നനയ്ക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും തപ്തമാക്കാൻ ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ പാരമ്യമായ ഉദാസവചനങ്ങൾ നമുക്ക് തരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നേറുന്ന അവസ്ഥയിലും പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഉദാസവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നിരാശകളും രോഗങ്ങളും പ്രതീക്ഷയില്ലായ്മയൊക്കെ കടന്നു വരുമ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാനൊരു മാതൃക തരുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശെടുത്ത് വരണമെന്നുള്ള കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ജീവിതത്തിൽ നിരാശകളുടെ തലങ്ങളിലൊക്കെ പ്രതീക്ഷ നൽകുവാൻ ഈ കൂദാശവചനങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ നിന്റെ ഈ കൂദാശവചനങ്ങൾ ഞങ്ങൾക്ക് ഇന്നും ധൈര്യവും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം നമുക്കായിരിക്കാം. രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ കൈകളിൽ എന്റെ ജീവിതം തരുന്നു. നിൻ കൈകളിൽ എന്റെ ജീവിതം തരുന്നു. ദുരിതങ്ങളേറും വേദനയിൽ അകതാരില്ല ഭയം തരണേ ഈശോ. നീ മാത്രം എന്റെ ജീവനെ കാത്തിടുന്നു. നിൻ കൈകളിൽ എന്റെ ജീവിതം തരുന്നു. ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ ആരാധനയെ സമർപ്പിപ്പോഴും എപ്പോഴും നയിക്കും. ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർദിനാൾ ജോർജ് പിതാവിന് വേണ്ടിയും അതിരൂപതാധ്യക്ഷന് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി പിതാവിന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. സഭയ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും നിരാശരും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഈയുടെ കാലിന്റെ പ്രതീക്ഷയുടെ കാത്തിരുന്നു പലവിധ അപേക്ഷകളുമായി ഈ ദുഃഖാന തിരുനാളിന്റെ പേരിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും മനസ്സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും നിരാശകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനായോഗങ്ങൾക്ക് വേണ്ടിയും ഈടവകയിലേക്ക് പുതുതായി കടന്നു വരുന്ന വികാരിച്ചതിനു വേണ്ടിയും അയോഗ്യനും ദാസനുമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാവർക്കും ഈ സമയം ഫലം വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ പങ്കുചേർന്ന് നിങ്ങൾ ഓരോരുത്തരിലും ആവസിച്ച് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നിരനാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മാറ്റിയാളേ.
സുഗന്ധ പരിമളം കൊണ്ട് എന്നെ സുഗന്ധപൂരിതനാക്കണമേ. ഈ ശുശ്രൂഷികളെയും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ഈ വിശുദ്ധ ബലിപീഠത്തെയും തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവനായകമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അർപ്പിക്കുന്നു. ദിവ്യകാരുണ്യം ആരാധിക്കാം. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നീ ആരാധന എപ്പോഴും ഉണ്ടാകട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവൻ വീരും തായി നൽകും ഏകദൈവം നീ, ജീവനീളം തായി ചേരും ആത്മബന്ധം നീ, സ്വർഗീയമായി കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം ഭൂമിൽ ആഹാരമാകുന്നു നീ. ജീവൻ വീഴും നായി നൽകും ഏകദൈവം നീ, ജീവനീളം നായി ചേരും ആത്മബന്ധം നീ, സ്വർഗീയമായി കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം ഭൂമിൽ ആഹാരമാകുന്നു നീ. ജീവൻ വീഴും നായി നൽകും ഏകദൈവം നീ. ആരാധന 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാന്തരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വാഗമശാന്തത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപങ്ങളും യാചിക്കുകയും ചെയ്യാം. Oh
സന്നിധിയിലെപ്പോഴും നിർമ്മലതയിലും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം അപേക്ഷിക്കുന്നു. നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനമായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടി ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. വിശുദ്ധായുടെ ശരീരവും രക്തവും നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളോട് പ്രസരിക്കുവാൻ ദിവ്യത്തിന്റെ ശരീരം നാം സ്വീകരിക്കാം.
കോൺഫറൻസ് ഹാളിൽ വെച്ച് പുതിയ പ്രതിനിധി സഭാംഗങ്ങളും പഴയ പ്രതിനിധി സഭാംഗങ്ങളും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംയുക്ത മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം എല്ലാ കുടുംബ സമ്മേളനങ്ങളുടെയും ഭാരവാഹികൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പ്രതിനിധി സഭയുടെ മീറ്റിംഗിന് ശേഷം ബുള്ളറ്റിൻ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നാളെ രാവിലെ കുർബാനയ്ക്ക് ശേഷം IJC ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കോൺഫറൻസ് ഹാളിൽ ഉണ്ടായിരിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ മാസത്തെ പ്രതിനിധി യോഗം പതിവ് പോലെ രണ്ടാമത്തെ ഞായറാഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഇന്നലെ കീഴൂർ കപ്പേളയിൽ വളരെ മനോഹരമായി സെന്റ് തോമസ് സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ തിരുനാൾ നടത്തപ്പെട്ടു. വളരെ വളരെ മനോഹരമായി അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. പള്ളിയുടെ നേതൃത്വത്തിൽ കഴിക്കുന്നത് പോലെ തന്നെ വളരെ ഉത്തരവാദിത്വത്തിൽ സമുദായ ഭാരവാഹികളുടെ ഉത്തരവാദിത്വമെടുത്ത് ഓരോ കാര്യങ്ങളും വളരെ കണിശമായി കൃത്യതയോടുകൂടെ ചെയ്തു. വളരെ മനോഹരമായി ഏകദേശം 600ഓളം പേര് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും പലരും നാനാജാതി മസ്സുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ. എന്തായാലും വളരെ നന്നായി അത് ക്രമീകരിച്ച സെന്റ് തോമസ് കീഴൂർ സമുദായ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ജീവദായകമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അഭിയുന്ന പിതാവിൻ്റെ അംഗീകാരപത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. മേലൂർ ഉണ്ണിമിശിക പള്ളി ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇടവകാംഗങ്ങൾക്കും ആശീർവാദം. അവിടുത്തെ 2013 മെയ് 19 പ്രതിനിധി യോഗ നിർദ്ദേശമനുസരിച്ച് ചക്കാലയ്ക്കൽ അന്തോൾ ഡേവിസ്, ചക്കാലയ്ക്കൽ കുഞ്ഞിപ്പൈല തോമസ്, മാളിയേറ്റിൽ TH ടോമി എന്നിവരെ തന്നാണ്ട് കൈക്കാരന്മാരായി ഇതിനാൽ സ്ഥിരീകരിച്ച് നിയമിക്കുന്നു. ഇടവകയുടെ അഭിഭാഷണ ധനവിനിമയ കാര്യങ്ങളിൽ വികാരിയുടെ സഹകാരിയാണ് കൈക്കാരൻ. പള്ളിയോഗത്തിൽ ഔദ്യോഗിക അംഗമാണ് അദ്ദേഹം. യോഗത്തിൻ്റെ നിർണയത്തിൽ വികാരിയെ സഹായിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ്. കൈക്കാരന്മാർ വിശ്വസ്തരും സത്യസന്ധരും കാര്യപ്രാപ്തരും സേവന സന്നദ്ധരുമായിരിക്കുന്നു. അവരുടെ പേരിൽ കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. അലവൻസ് വാങ്ങി ജോലി ചെയ്യുന്നവരല്ല കൈക്കാരന്മാർ. ദൈവജനത്തിന് സ്നേഹസേവനം അർപ്പിക്കുന്നവരാണ് കൈക്കാരന്മാർ. അതുകൊണ്ട് തന്നെ ഈ കൈക്കാരന്മാർക്ക് വേണ്ടി ഇടവക സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാർ പോളി കണ്ണുകടൻ ഇരിഞ്ഞാലക്കുട രൂപതയാണ്. പ്രതിനിധി സഭാംഗങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമനപത്രം 2013-2016 കാലയളവിലെ പ്രതിനിധി സഭാംഗങ്ങൾ വികാരി, അതോടൊപ്പം തന്നെ കൈക്കാരന്മാരായിരുന്ന ചക്കാലയ്ക്കൽ അന്തോണി ഡേവിസ്, ചക്കാലയ്ക്കൽ കുഞ്ഞിപ്പൈല തോമസ്, മാളിയേക്കൽ TH ടോമി, കൂടാതെ മറ്റുള്ളവർ ഗഞ്ഞിപ്പള്ളി ചാക്കുണി ജോസ്, കൈവേലിക്കൽ ജോസഫ് ജോർജ്, പെട്ടിക്കൽ ഈനാശു, നെടുമ്പുറം പറയുന്ന ദേവസ്വകുട്ടി, ചക്കാലയ്ക്കൽ തോമസ് ടോജോ, മാണിക്കത്തോർമ്മൽ ജോളി അനിൽ, ചക്കാലയ്ക്കൽ ദേവസ്വ വർഗീസ്, ചക്കാലയ്ക്കൽ പൗലോസ് ഷാജി, മാനാടൻ വെപ്പായി തോമൻ, അറക്കൽ അന്തോണി വർഗീസ്, മാണിക്കത്തോർമ്മൽ ഔസഫ് ജോസ്, വിതയത്തിൽ തോമൻ ജോളി, ചക്കിയത്ത് വർഗീസ് ജോർജ്, വെട്ടിയാടൻ ചാക്കോ ജോൺസൺ, ചക്കാലയ്ക്കൽ കരീബ് ഡേവിസ്, ചക്കാലയ്ക്കൽ തോമസ് ബിനോയ്, ഇരഞ്ഞപ്പള്ളി ചാക്കുണി ജേക്കബ്, ഐനിക്കൽ ഡേസൻ ജിജി, കൈവേലിക്കൽ ജോൺസൺ സിജി, വിതയത്തിൽ ഡിൻസൺ ധന്യ, തെക്കേക്കര ജോയ് ഷീന, ചക്കാലയ്ക്കൽ റോയ് സോളി, മാണിക്കത്തോർമ്മൽ ജോർജ് ബിന്ദു, മാനാടൻ തോമസ് ബീന, പയ്യപ്പള്ളി സാബു സീന, ചക്കാലയ്ക്കൽ വർഗീസ് ഷീല, ചക്കാലയ്ക്കൽ പെന്നി ഷിനി, ചക്കിയത്ത് റിജോയ് അഞ്ജു, വെമ്പിൽ പെന്നി ഷൈജി, ചക്കാലയ്ക്കൽ ഷിബു സൂസി, ചക്കാലയ്ക്കൽ ജോൺസൺ ഷിജി, ചക്കാലയ്ക്കൽ സ്റ്റീഫൻ പൗളി. അതോടൊപ്പം തന്നെ വൈദിക പ്രതിനിധിയായി ഇടവകയിൽ നിന്നുള്ളത് ഫാദർ സിബിൻ ഇടാട്ടുകാരൻ, അതോടൊപ്പം തന്നെ മദർ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ ശാന്തി മരിയ, മതബോധന ചാർജുള്ള ചക്കാലയ്ക്കൽ കുറ്റദേവസ് ജിമ്മി, ഭക്തസംഘടന പ്രതിനിധികൾ വെട്ടിയാടൻ ആന്റണി സിജോ, ചക്കാലയ്ക്കൽ ജോസഫ് ആനി, അതോടൊപ്പം തന്നെ ചക്കാലയ്ക്കൽ കരീതി ജോസ്, ചക്കാലയ്ക്കൽ ഔസഫ് ചാക്കപ്പൻ, പ്ലാശ്ശേരി ജോർജ് ആൻഡ്രു, മേനച്ചേരി ഔസഫ് ബെന്നി, ചക്കാലയ്ക്കൽ ചെറിയാപ്പൂർ ഷിബു, ചക്കാലയ്ക്കൽ റഫായി ബിജോ, പതികുടിയിൽ വർഗീസ് ആൻഡ് എന്നിവരാണ്. 48 പേരടങ്ങുന്ന പുതിയ പ്രതിനിധി സഭയാണ് നിലവിൽ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ പുതിയ പ്രതിനിധി സഭാ ചാർജ് എടുക്കുന്നു. ഇടവകയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് വികാരിച്ചതിനോടൊപ്പം ചേർന്ന് പ്രതിനിധി യോഗമാണ്. അച്ഛനോട് ചേർന്നതുകൊണ്ട്
ഈ വരുന്ന 3 വർഷക്കാലം ഇവരുടെ കാലയളവിൽ ധാരാളം നന്മകൾ കുരിശിക പള്ളിക്ക് ഉണ്ടാകുമെന്ന് ഹൃദയം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കുന്ന ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് കടമ ദിവസമാണെന്നറിയാം, പല കുട്ടികൾക്കും ക്ലാസ്സുകളുണ്ടെന്നറിയാം. എങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ ടീച്ചറോട് തന്നെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ നമ്മുടെ ഇടവകയിൽപ്പെട്ട കുട്ടികളോട് വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് അവിടുത്തെ ടീച്ചർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മധുമതി ടീച്ചർ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലുള്ള എല്ലാ കുട്ടികളെയും 2ാമത്തെ കുർബാനയ്ക്ക് പറഞ്ഞയക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ക്ലാസ് ഉണ്ടെന്ന് പറയാം, അവർ പറയും ചിലപ്പോൾ. ഇപ്പോൾ ടീച്ചർ അങ്ങനെയാണ്. ഈ സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റ് സ്കൂളിൻ്റെ കാര്യമല്ല. അവർ ആത്മീയശുശ്രൂഷകളിൽ പങ്കെടുക്കണം എന്നുള്ള നിർബന്ധ കാര്യം കൂടിയാണ് മധുമതി ടീച്ചർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് 10:30 മണിയുടെ കുർബാനയ്ക്ക് പറഞ്ഞു വിടണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായെന്ന കാരണക്കുറ ഞങ്ങൾ നൽകിയ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ വിശുദ്ധായ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറത്തുപോയി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതനിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിൻ്റെ വയലിൽ മേയുമൊരജനമേ, നിങ്ങളിലെന്നെന്നും ജീവൻ പൂരിതമാകട്ടെ. നാഗൻ വലതുകരം നീട്ടി ആശിഷമരുളട്ടെ. രക്ഷണമേകട്ടെ ദൈവം ഇപ്പോഴും എന്നേക്കും.